പൊതുവിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് പറഞ്ഞാൽ മറൈൻ പ്ലൈവുഡ് ചെതല് കയറില്ല എന്നൊരു ധാരണ ഇവർക്കുണ്ട്. അതെ. അത് എൻ്റെ ഒരു ഫസ്റ്റ് കുറച്ച് ഇയേഴ്സ് ഇതിന് പ്രൊട്ടക്ട് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി മറൈൻ പ്ലൈവുഡിനുണ്ടോ? 100% ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഇതിനകത്ത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു പ്രൊഡക്റ്റ് വരുന്നത്. ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ നാട്ടിൽ വലിയ കമ്പനികൾ മരം ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ടല്ലോ, അതിൽ മരത്തിൻ്റെ പേരവർ പറയുന്നുണ്ട്. ആക്ച്വലി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരത്തിൻ്റെ പേരിനൊരു പ്രസക്തി ഇല്ലെന്നുള്ളത്. അതിനകത്തുള്ള ഓയിൽ കണ്ടന്റ് കാര്യങ്ങളെല്ലാം അതെല്ലാം കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനം എനിക്കൊന്ന് ഗ്രെയിൻസ് ആണ്. ഗ്രെയിൻസ് മാത്രം. അതായത് ബാക്കിയുള്ള അതിൻ്റെ സ്ട്രക്ചറുകളൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ കളർ മീൻസ് അതിൻ്റെ ഗ്രെയിൻസ് മാത്രമാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. ഈ രണ്ടുമാണ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മറൈൻ പ്ലൈവുഡുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗർജൻ എന്ന് പറയുന്ന മരമായിരുന്നു. അവൈലബിലിറ്റി ഇല്ല. ഇപ്പൊ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അവൈലബിലിറ്റി ഇല്ല. കൾട്ടിവേഷൻ അത് കുറച്ചു. അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇറങ്ങിയപ്പോഴത്താണ് ഇപ്പോൾ അത് കുറഞ്ഞത്. ഇപ്പോൾ പകരം വരുന്നത് ഹുക്കുമ എന്ന് പറഞ്ഞ മരം വരുന്നുണ്ട്, യൂക്കാലിപ്റ്റസ് വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ വട്ടത്രാവലൊക്കെ ചെയ്യുന്നില്ല, അത് പക്ഷേ കൊമേഴ്ഷ്യലാണ്. മറ്റേ നമ്മുടെ റബ്ബറും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കൊമേഴ്ഷ്യൽ പ്ലൈവുഡാണ്. ഭയങ്കരമായിട്ട് വളയുന്ന വെള്ളമുള്ളതായതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രോഡക്റ്റാണ്. ഈ പറയുന്ന സിൽവർ ഓക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട് നമ്മുടെ മൂന്നാറൊക്കെ ഇഷ്ടം പോലെ. സിൽവർ ഓക്കും യൂക്കാലിപ്റ്റസും ഇതിന് ബെസ്റ്റ് പ്രോഡക്റ്റാണ്, പറ്റിയ കിടിലം പ്രോഡക്റ്റാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഗർജൻ്റെ കാര്യം പറയുമ്പോൾ ഗർജനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഹാർഡ്വുഡ് ബോർഡാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹാർഡ്വുഡ് ബോർഡ് വെച്ച് നമുക്ക് ഒരിക്കലും മറൈൻ പ്ലൈവുഡ് ചെയ്യാൻ പറ്റില്ല. മറൈൻ പ്ലൈവുഡ് ചെയ്യണമെന്നുണ്ട് ഇത് ആദ്യം സോഫ്റ്റൻ ചെയ്യണം. അതുകൊണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇതിനെ പ്രോസസ്സ് ചെയ്യുന്ന സോഫ്റ്റൻ പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇവൻ്റെ ഹാർഡ്നെസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാവർക്കും അറിഞ്ഞുകൂടാ. ഇത് കുറച്ചതിന് ശേഷം ഇവനെ കിലൻഡ്രൈ ചെയ്തെടുത്ത്, അതായത് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇവൻ്റെ ഫുൾ സ്ട്രക്ചർ മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ഗർജൻ പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനേക്കാളൊക്കെ ബെസ്റ്റ് ഓയിലി പ്രൊഡക്റ്റ് ആയിരുന്നു. അതിനും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ചെതല് കയറാത്ത പ്രൊഡക്റ്റാണ്. ഈ ഓയിലി പ്രൊഡക്റ്റ് ഈ ട്രീറ്റ്മെൻറ്റോടെ പോയി. പിന്നെ അതിനകത്ത് വരുന്നതാണ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ടും ചെയ്യുന്നത് അതിനകത്ത് ടെർമേറ്റ് പ്രൂഫ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അതിന് ചെയ്യുന്ന സാധനം നമ്മുടെ ഇവിടെ പ്രത്യേകിച്ച് കൊല്ലത്ത് സുലഭമായി കിട്ടുന്ന കാഷ്യൂ എക്സ്ട്രാക്റ്റാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഈവൻ ടെർമിനേറ്റർ എന്ന് പറയുന്ന കെമിക്കൽ ഉള്ള സാധനം എന്താ, 100% കാഷ്യൂ എക്സ്ട്രാക്റ്റ്. ആ സാധനമാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. കാഷ്യൂ എക്സ്ട്രാക്റ്റ് ഇട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഗ്ലൂ ലൈൻ ടെക്നോളജി ചെയ്യും. എല്ലാത്തിലും ഇല്ല, ഇപ്പം നല്ല പ്ലൈവുഡുകളിലൊക്കെ ഗ്ലൂ ലൈൻ ടെക്നോളജി ചെയ്യുമ്പോൾ ഇത് നല്ലോണം ഒട്ടും കയറി. അന്നേരം ഇതിനകത്താണ് എന്തിരിക്കുന്നത്, ഈ കെമിക്കൽ ഇരിക്കുന്നത്, ഇത് ഒട്ടിയിരിക്കുന്നത്. ഇതൊരു 4-5 കൊല്ലം അല്ലെങ്കിൽ ഒരു 8 കൊല്ലത്തേക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. ഒരു ആൻറ്റിബയോട്ടിക് ആണ്, ആൻറ്റിബയോട്ടിക് ആണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ.